എല്ലാവർക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്കാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ മെട്രിസസിലെ നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഇത്തിരി ടഫാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ട്യൂഷനൊക്കെ പോയി ചില ഇടത്തൊക്കെ പഠിപ്പിച്ച് തുടങ്ങിക്കാണ് അല്ലേ. ഇച്ചിരി ബോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. ഇത്തിരി പാടുകയാണ്, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, ആൻസർ ചെയ്യാൻ ഇത്തിരി ടഫാണ്. സെക്കൻഡ് ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ്. അത് പിന്നെയും കുഴപ്പമില്ല, അവൻ ഇത്തിരി നല്ലവനാണ്. പക്ഷെ മൂന്നാമത്തെ ചാപ്റ്റർ ഏറ്റവും നല്ലവൻ, കുട്ടികളുടെ എല്ലാം കളിത്തോഴൻ എന്ന് പറയാം, മെട്രിസസ്. അതിൻ്റെ കൂടെ ഉള്ളൊരു ചാപ്റ്റർ ഉണ്ട് ഡിറ്റർമിനൻസ്. ഇവർ രണ്ടുപേരും പിള്ളേരെ ലാസ്റ്റിൽ ജയിപ്പിക്കാനുള്ള രണ്ട് ചാപ്റ്ററുകൾ. ആർക്കും പഠിക്കാൻ പറ്റും, ആർക്കും തെറ്റിക്കാനും പറ്റും കേട്ടോ. ചുമ്മാ അതൊന്ന് ചെയ്താൽ മതി, തെറ്റിക്കോളും. അങ്ങനെയും പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈസിയാണെന്ന് കരുതിക്കൊണ്ട് അവനെ ആ രീതിയിൽ കൂടെ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തെറ്റിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു 6 മാർക്സ് ക്വസ്റ്റൻ ഉണ്ട്. ഈ 6 മാർക്കും എത്തിക്കുക, കിട്ടുന്ന രീതിയിൽ കൂടെ ഒന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ മെട്രിസസിനുള്ളിലെ മൾട്ടിപ്ലിക്കേഷനാണ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ റൂളും അതൊന്ന് ചെയ്തൊക്കെ ഒന്ന് കാണിക്കാം. അങ്ങോട്ട് അടിപൊളിയായിട്ട് എടുത്ത് പഠിച്ചോണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ട്രിക്സ് എല്ലാം പറഞ്ഞു തന്ന് ഫുൾ ക്ലാസ്സസ്, നോട്ട്സ്, ഇക്വേഷൻ ബുക്കിലെറ്റ്, പിന്നെ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പാക്കേജ്. നിങ്ങളപ്പോൾ ഏതാ പഠിക്കേണ്ടതൊന്നും വേണ്ട, ഞാൻ എല്ലാം തരും. നിങ്ങളതൊന്ന് പഠിച്ചാൽ മതി. ആ ഓർഡറിലാക്കി തരും, അവനെ അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ രണ്ട് മെട്രിക്സുകൾ എയും ബിയും ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ മറ്റൊരു മെട്രിക്സ് കിട്ടും. അതെല്ലാവർക്കും മനസ്സിലായി. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോസിബിൾ ആണോ, സാധ്യമാണോ? എല്ലാം രണ്ട് മെട്രിക്സുകളെ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഇൻറ്റു ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻ, ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ഇവനെയൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ എ എന്ന് പറയുന്നൊരു മെട്രിക്സ് ആണ്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എല്ലാവരും ശ്രദ്ധിക്കുക, 3/4 ആണെന്ന് വിചാരിക്കുക. മീൻസ് 3 റോയും 4 കോളം ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അതിനോട് ഇൻറ്റു ചെയ്യാൻ പോകുന്ന മെട്രിക്സ് ബി ആണ്. ബിയുടെ ഓർഡർ ഇവിടുത്തെ ഇതാരാമന് റോ, ഇതാരാ കോളം അല്ലേ. ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണം എത്ര നോക്കിക്കുക. ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണം 4 അല്ലേ. ആ 4-ലായിരിക്കണം ഇവിടെ തുടങ്ങേണ്ടത്. 4/ലായിരിക്കണം തുടങ്ങേണ്ടത്. ഇവിടെ ഇഷ്ടമുള്ള ഒന്നുമില്ല. അപ്പോൾ 5 ആയിക്കോട്ടെ. അപ്പോൾ ഇവിടുത്തെ റോ എത്ര, 4, കോളം എത്ര, 5. ദാറ്റ് മീൻസ് ഈ രണ്ട് പേര് തമ്മിൽ എന്തായിരിക്കണം എന്നർത്ഥം, ഈക്വൽ ആയിരിക്കണം. ദാറ്റ്സ് എ കണ്ടീഷൻ. ഈ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക്സുകൾ തമ്മിൽ ഇൻറ്റു ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ കോളത്തിൻ്റെ എണ്ണവും ഇവിടുത്തെ റോയുടെ എണ്ണവും തമ്മിൽ ഈക്വലാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ കോളം, സെക്കൻഡ് മെട്രിക്സിൻ്റെ റോ ഇത് തമ്മിൽ ഈക്വലായിരിക്കണം എന്നർത്ഥം. എന്നെങ്കിൽ മാത്രമേ ഇൻറ്റു ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവ തമ്മിൽ ഇൻറ്റു ചെയ്തു. അപ്പോൾ നമുക്ക് ആരെ കിട്ടും? എ ബി കിട്ടും അല്ലേ. എയും ബിയുടെ ഇൻറ്റു ചെയ്താൽ എ ബി കിട്ടും. എ ബി കിട്ടുമ്പോൾ അതിൻ്റെ ഓർഡർ ആരെന്ന് വെച്ചാൽ ഇവിടുത്തെ റോയും ഇവിടുത്തെ കോളം കൂടെ ചേരുന്നതായിരിക്കും നമ്മുടെ എ ബിയുടെ ഓർഡർ. ദാറ്റ് മീൻസ് 3/5 അതായിരിക്കും കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ. ക്ലിയർ ആണെന്ന് തോന്നുന്നു, മനസ്സിലായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേണ്ട, ഒന്നുകൂടെ പിടിച്ചു ഒരു എക്സാമ്പിളൂടെ. എയുടെ ഓർഡർ 2/5, ബിയുടെ ഓർഡർ നോക്കിക്കേ, എയുടെ ഓർഡർ 2/5. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഓർഡർ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടുത്തെ കോളം 5 അല്ലേ. അങ്ങനെയാണ് ഇവിടുത്തെ റോയും 5 ആയിരിക്കണം. അപ്പോൾ 5-ലേ തുടങ്ങാവുള്ളൂ. അപ്പോൾ നമുക്ക് 5/3 ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാം. കണ്ടോ, ഇത് തമ്മിൽ എന്തായിട്ടുണ്ട്, ഈക്വൽ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന മെട്രിക്സ് ആരായിരിക്കും എ ബി ആയിരിക്കും അല്ലേ. എ ബി കിട്ടുമ്പോൾ എങ്ങനെ നോക്കിക്കേ, ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ ലാസ്റ്റും തമ്മിൽ ചേരുമ്പോൾ 2/3 ഇതായിരിക്കും എ ബിയുടെ ഓർഡർ. ദാറ്റ്സ് ഓൾ, തീർന്നു. ഇപ്പോൾ അതങ്ങ് ഓക്കെ അല്ലേ. ഇൻറ്റു ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ മനസ്സിലായി. ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡറും ക്ലിയറായി. ഇനി ഇൻറ്റു ചെയ്യേണ്ട, ഇപ്പോൾ ഈ 5 ഒന്ന് മാറി വേറെ ഏതെങ്കിലും നമ്പർ 4 എന്നോ വല്ലതും ആയിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞു, ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇൻറ്റു ചെയ്യണമെങ്കിൽ ഇത് തമ്മിൽ ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കങ്ങോട്ട് പണി തുടങ്ങാം, ഇൻറ്റു ചെയ്ത് തുടങ്ങാം അല്ലേ. ഞാൻ രണ്ട് മെട്രിക്സുകൾ എടുക്കുകയാണ്. എ
ചെറുതെടുക്കണം കേട്ടോ. 1 3 2 5. ബി 3 0 4 6. വലിയ നമ്പറൊക്കെ കിടന്നോട്ടെ. അപ്പോൾ എയും ബിയും തമ്മിൽ രണ്ട് മെട്രിക്സുകൾ എടുത്തു. ഞാൻ ഇത് തമ്മിൽ അങ്ങോട്ട് ഇൻറ്റു ചെയ്യാൻ പോകണം കേട്ടോ. എ ബി എന്ന് പറയുമ്പോൾ വേണ്ട ഇങ്ങനെ അങ്ങോട്ട് എഴുതണം. 1 3 2 5 3 0 4 6. രണ്ട് മെട്രിക്സുകൾ അങ്ങോട്ട് ഇൻറ്റു ചെയ്യാനിട്ട ശേഷം നമ്മൾ ഒരു ചെറിയ പണി തുടങ്ങണേ. രണ്ട് ഇവിടെ ചുമ്മാതൊരു റോ വൈസ്, ഇവിടെ ചുമ്മാതെ കോളം വൈസ്. ഫസ്റ്റ് മെട്രിക്സിനെ റോ വൈസ് ആയിട്ടൊന്ന് വരയിടുക, സെക്കൻഡ് മെട്രിക്സിനെ കോളം വൈസ് ആയിട്ടൊന്ന് വരയിടുക. ഓക്കെ, ഫസ്റ്റ് റോ കഴിഞ്ഞിട്ട് ഒരു വര, സെക്കൻഡ് റോ കഴിഞ്ഞിട്ട് വരയിടാൻ ഇല്ല, അതുകൊണ്ട് വേണ്ട. ഇവിടെ കോളം വൈസും ഇങ്ങനെ ഒന്ന് വരയിട്ടേക്കണം. കാരണം റോ ബൈ കോളമാണ് നമ്മൾ ഇൻറ്റു ചെയ്യുന്നതിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ റോ ഇൻറ്റു കോളം. ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയും സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളവും തമ്മിലാണ് ഇൻറ്റു ചെയ്യുന്നത്. ഇത്ര ഓർത്താൽ മതി കേട്ടോ. ഇവിടുന്ന് റോ എടുക്കും, അവിടുന്ന് കോളം എടുക്കും. ഈ ഫസ്റ്റ് റോയിൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഇവിടെ ഇപ്പോൾ 2 പേരുണ്ടല്ലോ, അങ്ങനെയാണ് ഇവിടെ 2 പേരായിരിക്കും. ഇവിടെ 3 പേരുണ്ടെങ്കിൽ ഇവിടെ 3 പേരായിരിക്കും. ഇവിടെ ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഇവിടെയും 10 പേരായിരിക്കും. അതിന് മാറ്റം വരത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയായിരിക്കും. ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ 2 പേരാണ്, 1 3. അങ്ങനെയാണ് ഇവിടെയും താഴോട്ട് 2 പേര് കാണും. അതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 4 പേരുണ്ട്, 1 3 ഇങ്ങനെ. അങ്ങനെയാണ് ഇവിടെ 3 താഴോട്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇൻറ്റു ചെയ്യാൻ പോകണേ. ഇൻറ്റു ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് എലമെൻറ്റ് ആദ്യത്തെ ആളെ കിട്ടാൻ ഈ ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളത്തിന് ഓക്കെ ഇങ്ങനെ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം കേട്ടോ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. അടുത്ത് ഇവിടെ വരുമ്പോൾ പിന്നെ ഈ ഫസ്റ്റ് റോയാണ് ഇൻറ്റു സെക്കൻഡ് കോളമാണ് കേട്ടോ. ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഓർത്തിരിക്കാനൊക്കെ പാടാം, ചെയ്യുമ്പോൾ അങ്ങ് ക്ലിയറാണ് കേട്ടോ. ഓക്കെ, നോക്കാം. എല്ലാം ശ്രദ്ധിക്കണം. ഇവിടെ 2 പേരെ കണ്ടല്ലോ, ഈ 2 പേരെയും കണ്ടല്ലോ. ഈ 2 പേരും കൊണ്ട് ഈ 2 പേരെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യണം. സം ഓഫ് ദ പ്രോഡക്ട്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സം ഓഫ് ദ പ്രോഡക്ട്സ് എത്രയൊക്കെ ഓർത്താൽ മതി, ഞങ്ങൾ ചെയ്യാം. നോക്കാം. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നോക്കിയാണെ ഈ 2 പേർക്ക് ഈ 2 പേര്. അപ്പോൾ 1 × 3 അതാണ് ഫസ്റ്റ്. 1 × 3 ഫസ്റ്റ് റോയിലെ ആദ്യത്തെ ആൾ എടുത്തു, ഇവിടുത്തെ ആദ്യത്തെ ആൾ എടുത്തു. അപ്പോൾ അടുത്ത സെക്കൻഡ് ആൾ ഇവിടുത്തെ 3, ഇവിടുത്തെ സെക്കൻഡ് ആൾ 4. അപ്പോൾ 3 × 4 ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റിനെ കിട്ടുന്ന വഴി മനസ്സിലായോ? ഈ 2 പേരും കൊണ്ട് ഈ 2 പേര്. അപ്പോൾ 1 × 3 + 3 × 4. അല്ലാതെ 1 × 3 + 1 × 4 തെറ്റ്. ഓക്കെ, അത് തപ്പാണ്, തെറ്റാണ്. ഓക്കെ, അപ്പോൾ 1 × 3 + 3 × 4. അടുത്ത പിന്നെ ഇവിടെ എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോയും കൂടെ സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ മാറ്റരുത്, ഇത് അടുത്തതിനെ. അപ്പോൾ 1 × 0 + 3 × 6 അല്ലോ. ഇതേ ഇൻറ്റു ഇത്, അടുത്തത് ഇൻറ്റു അടുത്തത്. അല്ല 1 × 0 1 ഇൻറ്റു എഴുതല്ലോ. 1 × 0 കഴിഞ്ഞാൽ പിന്നെ 1ൻ്റെ റോൾ കഴിഞ്ഞു. അടുത്ത 3 × 6 ക്ലോസ് ചെയ്യാൻ മോനെ. എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ കാരണം? ക്ലോസ് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇനി കോളമില്ല, തീർന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് റോയും കൊണ്ട് ഇതിനെയും ചെയ്തു അടുത്തതില്ലാത്തതുകൊണ്ട് ക്ലോസ് ചെയ്തു. അടുത്തുകൊണ്ടായിരുന്നെങ്കിൽ ഓവനെയും കൂടെ ഒരെണ്ണം കൂടെ അങ്ങോട്ട് എഴുതിയാൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത റോയിൽ കണ്ടോണം, പിടിച്ചോണം, നോക്കിക്കോണം. ഇതും കൊണ്ട് ഇവനെ ചെയ്യണേ. അപ്പോൾ എങ്ങനെ നോക്കിക്കേ? 2 × 3 + 5 × 4 അത്രയേ ഉള്ളൂ. 2 × 3 + 5 × 4 ഉണ്ടോ? സെക്കൻഡ് റോ കൊണ്ട് ഇതിനെ ചെയ്തു. ഇനി ഇതും കൊണ്ട് തന്നെ ഇതിനെ ചെയ്യുമ്പോൾ കഴിഞ്ഞു. 2 × 0 + 5 × 6 ഓക്കെ ആയല്ലോ. 2 × ആണ്. അപ്പോൾ ഈ 2 5 കൊണ്ട് 0 6 ചെയ്യുമ്പോൾ 2 × 0 + അടുത്തത് 5 × 6. ഇനി ഇതിനെ കൊണ്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ ആയിക്കോളും മോനെ. നോക്കിക്കോണേ. 1 × 3 3 + 12. 1 × 0 0 + 18. 2 × 3 6 + 20. അടുത്ത 2 × 0 0 + 30. ആഡ് ചെയ്യുമ്പോൾ 15 18 26 30 കഴിഞ്ഞു. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ. ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? ഇങ്ങനെ വേണം ചെയ്യാൻ. പക്ഷെ വളരെ ശ്രദ്ധിക്കണം, സ്റ്റാർട്ടിങ്ങിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ ഇവരെപ്പോൾ തെറ്റിയെന്ന് ചോദിച്ചാൽ മതി, തെറ്റിയാൽ നിങ്ങൾ അറിയത്തുമില്ല. അതാണ് പ്രശ്നം. അല്ല നമ്മളിത് തെറ്റിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവസാനം ചിലപ്പോൾ മാർക്ക് കിട്ടുമ്പോഴായിരിക്കും. അയ്യോ മാർക്ക് എവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ മെട്രിക്സിൽ എനിക്ക് പോയോ, എനിക്കതൊന്നും സാധ്യതയില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ വളരെ സാധ്യതയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പം ഇവൻ തെറ്റിച്ചളയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എക്സാമിന് ഉറപ്പാവുന്ന ഒരെണ്ണമാണ് ഇതിൻ്റെ അകത്ത് ആദ്യം നിങ്ങൾ ചെയ്ത് കാണാൻ പോകുന്നത്. അതേപോലത്തെ ഇനി എക്സാമിന് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ പഠിച്ചോണം. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, മീൻസ് ക്ലാസ് നല്ലതാണെന്നുണ്ടെങ്കിൽ, വേറൊരാൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത മക്കളെ. ഇഷ്ടംപോലെ കുട്ടികളുണ്ടല്ലോ ഫ്രണ്ട്സായിട്ടൊക്കെ. ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ ചിലപ്പം ചില മെത്തേഡുകളായിരിക്കും അല്ലെങ്കിൽ ചില പറയുന്ന വാക്കുകളായിരിക്കും ഒന്നുമേ മനസ്സിലാകാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നത്. അത് നിങ്ങൾ കാരണമാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെയുള്ള പ്രയോജനം കിട്ടും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്തേര്. ഓക്കെ, ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എ ഈസ് ഈക്വൽ ടു 1 3 2 4. അങ്ങനെയാണെങ്കിൽ ചുമ്മാ അതൊന്ന് എ സ്ക്വയറിനെ കണ്ടുപിടിക്കണം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം സ്ക്വയർ ചെയ്യുക. അങ്ങനെയാണ് എളുപ്പമായിരുന്നില്ലയോ? എന്തോ ചെയ്യാനോ? അങ്ങനെ അല്ലാതായിപ്പോയി. അതൊക്കെയാണ് നമ്മുടെ കുഴപ്പം. അങ്ങനെ ആയിരുന്നെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നില്ലേ? 1ൻ്റെ സ്ക്വയറും 3യുടെ സ്ക്വയറും ഒക്കെ എഴുതുകയാണെങ്കിൽ. അങ്ങനെ അല്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് പഠിക്കാം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ. മറ്റേ എ ഇൻറ്റു എ ഇത് തന്നെ 2 തവണ എഴുതണം. 1 3 2 4 1 3 2 4 ഇതേ ഉള്ളൂ മാർക്ക്. റോ വൈസ് കോളം വൈസ്. ഓക്കെ, ഇങ്ങനെ കൊണ്ട് നമ്മൾ 2 ആക്കി എഴുതണം. 2 തവണ എഴുതിയ ശേഷം ഇവിടെ റോ വൈസ് ഇവിടെ കോളം വൈസ്. ഇനി അങ്ങോട്ട് പഴയ പോലെ തന്നെ ഇൻറ്റു ചെയ്യാൻ പോവാം. ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളം. ഒന്നുകൂടെ ഫസ്റ്റ് റോയും കൊണ്ട് ഫസ്റ്റ് കോളം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം കണ്ടല്ലോ എല്ലാവരും. ഈ രണ്ടുപേരെ അപ്പോൾ 1 × 1 അല്ലേ, പ്ലസ് 3 × 2 ദാറ്റ്സ് ഓൾ. അവിടെ കഴിഞ്ഞു ആണോ? 1 × 1 3 × 2. ഓക്കെ, ഇനി 1 × 3 1 3 കൊണ്ട് ഇതിനെ ചെയ്യുന്നു. ഫസ്റ്റ് റോയുടെ സെക്കൻഡ് കോളം. അപ്പോൾ 1 × 3 പ്ലസ് 3 × 4. അത്രയേ ഉള്ളൂ. അപ്പം അത് കഴിഞ്ഞപ്പം ക്ലോസ് ചെയ്തു. എന്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്? ഇനിയും കോളമില്ല, തീർന്നു. ഇനി അടുത്ത റോയും കൊണ്ട് അവനെ 2 4 എന്ന് പറഞ്ഞ ഈ റോയും കൊണ്ട് ഇതും കൊണ്ട് ഇതിനെ ചെയ്യണം. അപ്പോൾ ഇവിടെ എഴുതും. ഇതും കൊണ്ട് ഇതിനെ ചെയ്യണം. ഇവിടെ എഴുതും. ഇപ്പം കത്തിയോ അതോ ഫുള്ള് പോയോ? നോക്കാം. അപ്പോൾ 2 4 ഉണ്ട്. ഇനി അപ്പോൾ 2 × 1 അല്ലേ, പ്ലസ് 4 × 2 ദാറ്റ്സ് ഓൾ. അടുത്ത 2 × 3 പ്ലസ് 4 × 4. ക്ലിയർ അല്ലേ? ഇനി ഇതങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും നോക്കിക്കേ. 1 × 1 1 പ്ലസ് 6 3 × 2. അടുത്ത 1 × 3 3 പ്ലസ് 12. അടുത്ത 2 × 1 2 പ്ലസ് 8 ഇവിടെ 8. അടുത്ത 2 × 3 6 16 അല്ലേ, 6 പ്ലസ് 16 ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടും, 15 കിട്ടും, 10 കിട്ടും, 22 കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ഓക്കെ ആയല്ലോ. നല്ല രീതിയിൽ കൂടെ മനസ്സിലായെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നേക്കാം. അങ്ങോട്ട് ഇരുന്ന് ചെയ്യണേ. എ ഈസ് ഈക്വൽ ടു 1 -1 2 3. ബി ഈക്വൽ ടു 0 4 2 5. ഓക്കെ, എയും തന്നു ബിയും തന്നു. എന്തൊക്കെ ചെയ്യണമെന്ന് കേട്ടോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എ ബിയെ ചെയ്യണം. എ ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെട്രിക്സ് എ, സെക്കൻഡ് ബി എഴുതണം. അപ്പോൾ ബി എ ചെയ്യണം. എന്നിട്ട് ബി എ. അപ്പോൾ എന്തായിരിക്കും ബി എയുടെ മീനിങ്? ബി എയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ ബി ഫസ്റ്റ് എ സെക്കൻഡ് ആക്കണം. ഓക്കെ, ഈ ബി എ പിടിച്ച് ആദ്യം എഴുതണം, എ പിടിച്ച് രണ്ടാമത് എഴുതി ഇൻറ്റു ചെയ്ത് നോക്കണം. അപ്പോൾ മോനെ ഇതും തമ്മിൽ ഈക്വൽ അല്ല എന്ന് മനസ്സിലാവും. ഓക്കെ, ഈക്വൽ അല്ല. ദാറ്റ് മീൻസ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചും മറിച്ചും ഓപ്പറേഷൻ നടത്തുമ്പോൾ ആൻസർ തുല്യമാണെങ്കിൽ ആ ഓപ്പറേഷൻ്റെ പേര്, ആ പ്രോപ്പർട്ടിയുടെ പേരാണെന്ത്? കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എയും ബിയുടെയും പൊസിഷൻ ഒന്ന് മാറിയാൽ തിരിച്ചും മറിച്ചും ഇൻറ്റു ചെയ്താൽ ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ ബി നോട്ട് ഈക്വൽ ടു ബി എ. നെക്സ്റ്റ് എ സ്ക്വയർ ചെയ്യണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവന് 2 തവണ എഴുതി ഇപ്പം ചെയ്ത് തകർക്കണം. എന്നിട്ട് ബി സ്ക്വയർ ചെയ്യണം, അതും കൂടെ തകർക്കണം. അപ്പോൾ എല്ലാം തകർത്ത് നമ്മൾ രാജാവാകണം. ഓക്കെ, നല്ല രീതിയിൽ കൂടെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല രീതിയിൽ കൂടെ മനസ്സിലാക്കി വേണം പഠിക്കാൻ. വേറെ ആൾ ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൂടെയും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലുള്ള ക്ലാസ്സുകൾ വരും. പിന്നെ ഞാൻ പറഞ്ഞു ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ് കിട്ടി, നല്ല രീതിയിൽ കൂടെ പഠിക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.